ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവ്രിവൺ, ബാസ് ഓൺലൈൻ ഡിഗ്രി ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം എക്സാമിന്റെ ഡേറ്റ്, അതായത് ജൂണിൽ വരാൻ പോകുന്ന എക്സാമിന്റെ ഡേറ്റ് മാറ്റിയെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. അതായത് ജൂൺ 12 മുതൽ ജൂലൈ 19 വരെയാണ് പുതിയ ഡേറ്റ് ഷീറ്റ് അനുസരിച്ച് എക്സാം യൂണിവേഴ്സിറ്റി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഏതൊക്കെ ഡേറ്റിലാണ് എക്സാം വരുന്നതെന്ന് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊരു ഉത്തരവായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. BA, BCom, BBA, BSW മുതലായ കോഴ്സുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇഗ്നോ യൂണിവേഴ്സിറ്റി എക്സാം എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡേറ്റിലാണ് നമുക്ക് ഓരോ എക്സാമുകളും വരുന്നത് എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഡേറ്റ് ഷീറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ, ഓൾറെഡി നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഡേറ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ഒരു പോസിബിലിറ്റി ആണ്. വലിയ ചേഞ്ചസ് ഒന്നും വരാറില്ല സാധാരണ നിലയ്ക്ക്. എന്നിരുന്നാലും ഹാൾ ടിക്കറ്റിലും കൂടെ നിങ്ങൾ കൺഫർമേഷൻ ചെയ്തതിന് ശേഷം മാത്രം വേണം ഈ ഡേറ്റ് തന്നെയല്ലേ എന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡേറ്റ് ഷീറ്റിലേക്ക് പോവാം. ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ഏതൊക്കെ ഡേറ്റിനാണ് എക്സാം വരുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് BA ഇംഗ്ലീഷ് ആണ്. BA ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 8 സബ്ജക്റ്റ് ആണ് BA ഇംഗ്ലീഷിനുള്ളത്. അപ്പോൾ അവരുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 13/6/2025, അതായത് ജൂൺ 13 ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 15/7 വരെയാണ്, ജൂലൈ 15 വരെയാണ് അവർക്ക് എക്സാം വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ എക്സാമുകളും 2 to 5 ആണ് വരുന്നത്. ഒരു സബ്ജക്റ്റ് മാത്രമാണ് മോർണിംഗ് സെക്ഷൻ വരുന്നത്. അപ്പൊ അത് നിങ്ങൾ കൺഫേം ചെയ്തിട്ട് ഏത് ടൈമിലാണ് എക്സാം എന്ന് ഉറപ്പിച്ചിട്ട് വേണം എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അത് ഏതൊക്കെ സബ്ജക്റ്റ് ആണ് നോക്കാം. 13 എന്ന് പറയുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ്. അതുപോലെ 19 ഇന്ത്യൻ സൊസൈറ്റി, ഇതൊക്കെ കോമൺ പേപ്പേഴ്സ് ആണ്. അതുപോലെ 30 വരുന്നത് ഇന്ത്യൻ റൈറ്റിംഗ്സ് ഇൻ ഇംഗ്ലീഷ് ആണ്. അപ്പൊ നമുക്കറിയാം ഓൾമോസ്റ്റ് നല്ല ഗ്യാപ്പിലാണ് ഓരോ എക്സാമും വരുന്നത്. അപ്പോൾ ഈ ഒരു ടൈം പീരീഡ് എടുത്ത് പഠിക്കാനുള്ള ചാൻസസ് നിങ്ങൾക്ക് കൂടുതലാണ്. കൂടുതൽ ഓപ്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുള്ള ദിവസങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പൊ ആ ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. 30 കഴിഞ്ഞാൽ പിന്നെ 2 ആണ് എക്സാം. 2 ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്. അത് മോർണിംഗ് ആണ് എക്സാം വരുന്നത്. അപ്പൊ അത് മറക്കരുത്, മോർണിംഗ് സെക്ഷൻ ആണ് 2 വരുന്ന എക്സാം വരുന്നത്. പിന്നെ വരുന്ന എക്സാം 5 ആണ്. അത് യൂറോപ്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ്. അത് മെയിൻ പേപ്പർ ആണ്. അപ്പൊ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. 5 കഴിഞ്ഞാൽ പിന്നെ 8 എക്സാം വരുന്നത് ഇന്ത്യൻ ക്ലാസിക്കൽ ലിറ്ററേച്ചർ ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 11 ആണ് എക്സാം വരുന്നത് ബ്രിട്ടീഷ് പോയട്രി ആൻഡ് ഡ്രാമ. അതുപോലെ ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് എപ്പോഴത്തെയും പോലെ തന്നെ 15 എക്സാം വരുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. അപ്പൊ ആ സബ്ജക്ട് ഒബ്ജക്റ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. മെയിൻ പേപ്പേഴ്സ് ഒക്കെ അടുപ്പിച്ചാണ് വരുന്നത്. അപ്പൊ നന്നായിട്ട് തന്നെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിന് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നിരുന്നാലും നല്ല അത്യാവശ്യം ഗ്യാപ്പ്, 2-3 ഡേയ്സ് ഒക്കെ ഗ്യാപ്പ് ഓരോ എക്സാമിനും വരുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും BA ഇംഗ്ലീഷിലുള്ള സ്റ്റുഡൻസിന്റെ ടൈം ടേബിൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് BA സോഷ്യോളജി ആണ്. അപ്പൊ BA സോഷ്യോളജിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 8 സബ്ജക്റ്റ് ആണ് ഉള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 13 എക്സാം സ്റ്റാർട്ട് ചെയ്ത് 15 തന്നെയാണ് ഇവരുടെ എക്സാമും കഴിയുന്നത്. അപ്പോൾ മോർണിംഗ് സെക്ഷൻ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആ ഒരു സബ്ജക്റ്റ് ഒഴികെ ബാക്കിയെല്ലാം ഈവനിങ് സെക്ഷൻ ആണ് എക്സാം വരുന്നത്. അപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാം നോക്കാം. 13 ജെൻഡർ സെൻസിറ്റൈസേഷൻ കോമൺ പേപ്പർ ആണ്. പിന്നെ 19 വരുന്നത് ഡിസാസ്റ്റർ മാനേജ്മെന്റ്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ, ഓരോ ഡേറ്റും ഓരോ ടൈമും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. 19 കഴിഞ്ഞാൽ പിന്നെ 26 ആണ് എക്സാം വരുന്നത്. നല്ല ടൈം പീരീഡ് ഉണ്ട് അവിടെ. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 1 ആണ് എക്സാം വരുന്നത്. മെയിൻ പേപ്പർ ആണ്. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ തന്നെ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. 26 കഴിഞ്ഞാൽ പിന്നെ 28 എക്സാം വരുന്നത് സോഷ്യോളജി ഓഫ് ഇന്ത്യ 1 ആണ്. അതും മെയിൻ പേപ്പർ ആണ്. അപ്പൊ അത് നല്ല രീതിയിൽ എല്ലാവരും ഫോക്കസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞു 2ാം തീയതി എക്സാം വരുന്നത് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആണ്.
അത് മോർണിംഗ് സെക്ഷനാണ് എക്സാം വരുന്നത്. അപ്പൊ അത് മറന്നു പോകരുത്. പിന്നെ 2-ാം തീയതി കഴിഞ്ഞാൽ നമുക്ക് 8-ാം തീയതിയാണ് എക്സാം വരുന്നത്. ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി 2 ഈ സബ്ജക്റ്റ് ആണ് നമുക്ക് 8-ാം തീയതിയാണ് ആ എക്സാം വരുന്നത്. നെക്സ്റ്റ് 9-ാം തീയതി. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ 2 സബ്ജക്റ്റിന്, അതായത് ഇൻട്രൊഡക്ഷൻ ടു സോഷ്യോളജി, സോഷ്യോളജി ഓഫ് ഇന്ത്യ 2 ഈ 2 സബ്ജക്റ്റിനും വലിയ ടൈം പീരീഡ് ഗ്യാപ്പ് ഇല്ല. ഒരു എക്സാം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെയാണ് അടുത്ത എക്സാം വരുന്നത്. അപ്പൊ അത് മുൻകൂട്ടി തന്നെ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കണം. അല്ലാണ്ട് എക്സാമിന്റെ സമയത്ത് ടൈം ഉണ്ടാവോ എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. 8ഉം 9ഉം അടുപ്പിച്ച് എക്സാം വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ വിട്ടു പോകരുത്. അത് കഴിഞ്ഞിട്ട് പിന്നെ 15-ാം തീയതിയാണ് വരുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അപ്പൊ അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ ഈ 2 സബ്ജക്റ്റ് ആണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഈ 2 സബ്ജക്റ്റ് ടൈം പീരീഡ് ഗ്യാപ്പ് ഇല്ല. അപ്പൊ ആ രീതിയിൽ വേണം നിങ്ങൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് സബ്ജക്ട് നമുക്ക് നോക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് BA ഹിസ്റ്ററി ആണ്. BA ഹിസ്റ്ററിയില് നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് നേരത്തെ പറഞ്ഞ പോലെ 8 പേപ്പേഴ്സ് തന്നെയാണ് BA ഹിസ്റ്ററിയിലും വരുന്നത്. 13-ാം തീയതി തന്നെയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 15-ാം തീയതി വരെ തന്നെയാണ് എക്സാം ഉള്ളത്. അപ്പോൾ BA ഹിസ്റ്ററിയിൽ സ്റ്റാർട്ടിങ് ജെൻഡർ സെൻസിറ്റീവ് 13-ാം തീയതി ഈവനിങ് ടൈം ഒന്ന് നിങ്ങൾ നോക്കണം. 2 മണി തൊട്ട് 5 മണി വരെയാണ്. മോർണിംഗ് ആണെങ്കിൽ 10 മണി തൊട്ട് 1 മണി വരെ. ഇത് ഹാൾ ടിക്കറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നിരുന്നാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ 13-ാം തീയതി നമുക്ക് എക്സാം വരുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ ആണ്. അതുപോലെ 13 കഴിഞ്ഞാൽ 19-ാം തീയതി വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി. അതുപോലെ 28-ാം തീയതി നല്ല ടൈം ഗ്യാപ്പ് ഉണ്ട്. 28-ാം തീയതി വരുന്ന എക്സാം എന്ന് പറയുന്നത് സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ആണ്. അത് നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അപ്പൊ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-ാം തീയതിയാണ് എക്സാം വരുന്നത്. ജൂലൈ 1-ന് വരുന്ന എക്സാം എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 2 ആണ്. അതും മെയിൻ പേപ്പർ ആണ്. നല്ല രീതിയിൽ പഠിക്കാം. അത് കഴിഞ്ഞിട്ട് വരുന്ന എക്സാം എന്ന് പറയുന്നത് 2-ാം തീയതിയാണ്. 2-ാം തീയതി നമ്മളുടെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മോർണിംഗ് സെക്ഷൻ ആണ് എക്സാം വരുന്നത്, മറക്കരുത്. അത് കഴിഞ്ഞ് 2-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 7-ാം തീയതിയാണ് എക്സാം വരുന്നത്. 7-ാം തീയതി എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ 1. അപ്പോൾ ഈ എക്സാമും മെയിൻ പേപ്പർ ആണ്. നന്നായിട്ട് പഠിക്കാം. 7 കഴിഞ്ഞാൽ 8-ാം തീയതി തന്നെയാണ് എക്സാം വരുന്നത്. തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് എക്സാം ഉണ്ട്. അപ്പോൾ അത് മറന്നു പോരുത്. സോഷ്യൽ ഫോർമേഷൻ ആൻഡ് കൾച്ചറൽ പാറ്റേൺസ് ഓഫ് ഇന്ത്യ മിഡീവൽ വേൾഡ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പർ ആണ്. അപ്പൊ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത് 2 എക്സാം മെയിൻ പേപ്പേഴ്സ് അടുത്ത ദിവസങ്ങളിൽ തന്നെ വരുന്നുണ്ട്. ഡേറ്റ് മറക്കണ്ട. 7ഉം 8ഉം ദിവസങ്ങളിലാണ് എക്സാം വരുന്നത്. അപ്പൊ അത് മുൻകൂട്ടി നിങ്ങൾ പഠിച്ചു വെക്കണം. ലാസ്റ്റ് മൊമെന്റിലോട്ട് മാറ്റി വെക്കരുത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പേപ്പേഴ്സ് തന്നെയാണ്. അപ്പൊ അത് നിങ്ങൾ വ്യക്തമായിട്ട് മുൻകൂട്ടി തന്നെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എക്സാം 15-ാം തീയതിയാണ്. എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. കമ്പാരിറ്റീവ്ലി ഈസി ആണ്. പിന്നെ നല്ല ടൈം പീരീഡും ഉണ്ട്. അപ്പൊ ആ ഒരു ടൈമിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് സൈക്കോളജി ആണ്. അപ്പൊ സൈക്കോളജി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും സൈക്കോളജി എങ്ങനെയാണ്, എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ സൈക്കോളജി നേരത്തെ പറഞ്ഞ പോലെ 13-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ടിങ് എക്സാം എന്ന് പറയുന്നത് ജെൻഡർ സെൻസിറ്റൈസേഷൻ തന്നെയാണ്. നെക്സ്റ്റ് എക്സാം 19-ാം തീയതിയാണ് വരുന്നത് ഇന്ത്യൻ സൊസൈറ്റി. ഇതെല്ലാവർക്കും ഓൾമോസ്റ്റ് കോമൺ പേപ്പർ ആയതുകൊണ്ട് എല്ലാ സബ്ജക്റ്റും ഇങ്ങനെ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ 28-ാം തീയതിയാണ് എക്സാം വരുന്നത് ബയോ സൈക്കോളജി. പേപ്പർ നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പർ ആണ്. അപ്പൊ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാം. 28-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 2-ാം തീയതിയാണ് എക്സാം ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അത് മോർണിംഗ് സെക്ഷൻ ആണ്. 10 to 1 ആണ് എക്സാം വരുന്നത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്തിരിക്കണം. 2-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 7-ാം തീയതി വരുന്ന എക്സാം എന്ന് പറയുന്നത് ജനറൽ സൈക്കോളജി ആണ്. നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അപ്പൊ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. പിന്നെ 7 കഴിഞ്ഞാൽ 8-ാം തീയതിയാണ് എക്സാം വരുന്നത്. സൈക്കോളജി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്. അപ്പോൾ സൈക്കോളജിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ 7, 8, 9 മെയിൻ പേപ്പേഴ്സ് അടുപ്പിച്ചാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പോൾ 9-ാം തീയതി വരുന്ന പേപ്പർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്കൽ മെത്തേഡ് ആണ്. സ്റ്റാറ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്ന പേപ്പേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. കുറച്ച് പ്രോബ്ലം പേപ്പർ ആണ്. അപ്പോൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഞാൻ എടുത്തു പറയാൻ കാരണം ഈ 3 പേപ്പേഴ്സും നിങ്ങളുടെ മെയിൻ പേപ്പേഴ്സ് ആണ്. 3 എക്സാം എന്ന് പറയുന്നത് അടുത്തടുത്ത ദിവസങ്ങളിലാണ്. നമ്മൾ പറഞ്ഞു 7, 8, 9 ഈ 3 ദിവസങ്ങളിലാണ് ഈ എക്സാം വരുന്നത്. അപ്പൊ നന്നായിട്ട് മുൻകൂട്ടി തന്നെ സൈക്കോളജി സ്റ്റുഡൻസ് എല്ലാവരും നന്നായിട്ട് മുൻകൂട്ടി തന്നെ മെയിൻ പേപ്പേഴ്സ് ആദ്യം തന്നെ കവർ ചെയ്ത് വെക്കാം. എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാം കുറച്ചും കൂടി ഈസി ആയിട്ട് വരുള്ളൂ. ഈ പേപ്പർ എല്ലാവരും നന്നായിട്ട് ഫോക്കസ് ചെയ്യുക. പ്രോബ്ലം ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള സ്റ്റുഡൻസ് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഒരു പേപ്പറും കൂടിയാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് എക്സാം എല്ലാ സബ്ജക്ട് പോലെ തന്നെ 15-ാം തീയതിയാണ് എക്സാം വരുന്നത് എൻവയോൺമെന്റൽ സ്റ്റഡീസ്. അത് ഒബ്ജക്റ്റീവ് ആണ്. അതിന് ടൈമുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ മെയിൻ ആയിട്ട് സൈക്കോളജി സ്റ്റുഡൻസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഈ 3 പേപ്പേഴ്സ് ആണ്. കാരണം അതിന് ടൈം ഗ്യാപ്പ് ഇല്ല.
നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യേണ്ട പേപ്പറാണ്, മെയിൻ പേപ്പറും കൂടിയാണ്. പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, മുൻകൂട്ടി നിങ്ങൾ പഠിച്ചു വെക്കണം, അതുകൊണ്ട് നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ വേണ്ടി പറയുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സബ്ജക്ട് നോക്കാം. നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസിലത്തെ സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കും 8 പേപ്പേഴ്സ് തന്നെയാണ്. 13-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്ത് 18-ാം തീയതിയാണ് നിങ്ങളുടെ എക്സാം കഴിയുന്നത്. അപ്പോൾ സാധാരണ സ്റ്റുഡൻസിന്റെ പോലെയല്ല, 18-ാം തീയതി വരെ നിങ്ങൾക്ക് എക്സാം ഉണ്ട്. അത്യാവശ്യം ടൈം പീരീഡും നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ടൈം ടേബിൾ വന്നിരിക്കുന്നത് നോക്കാം. ഓക്കെ, 13-ാം തീയതി ജെൻഡർ സെൻസിറ്റൈസേഷൻ ഈവനിങ് ആണ്, 2 to 5 ആണ് എക്സാം വരുന്നത്. സാധാരണ കോമൺ പേപ്പേഴ്സ് എല്ലാവർക്കും അങ്ങനെയാണ്. ഓക്കെ, നെക്സ്റ്റ് 19-ാം തീയതി വരുന്ന എക്സാം ഇന്ത്യൻ സൊസൈറ്റി ഇമേജസ് ആൻഡ് റിയാലിറ്റീസ് ആണ്. 19 കഴിഞ്ഞാൽ 23-ാം തീയതി വരുന്ന പേപ്പർ പൊളിറ്റിക്കൽ തിയറി കോൺസെപ്റ്റ് ആണ്. അത് കഴിഞ്ഞാൽ 2-ാം തീയതി ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് മോർണിംഗ് സെക്ഷൻ ആണ്, 10 to 1 ആണ് എക്സാം വരുന്നത്. അപ്പൊ നിങ്ങൾ മറക്കരുത്. പിന്നെ 8-ാം തീയതി ആണ് അടുത്ത എക്സാം വരുന്നത്, പൊളിറ്റിക്കൽ പ്രോസസ് ഇൻ ഇന്ത്യ ആണ്. അത് മെയിൻ പേപ്പർ ആണ്, അപ്പൊ നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം. അത് കഴിഞ്ഞ് 8 കഴിഞ്ഞ് 15-ാം തീയതി ആണ് നിങ്ങളുടെ എക്സാം. അത് എൻവിയോൺമെന്റൽ സ്റ്റഡീസ് ആണ്, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്. അപ്പൊ അത് കാരണം അത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. കാരണം 8 കഴിഞ്ഞ് പിന്നെ 15-ാം തീയതി വരുമ്പോൾ നല്ല ഗ്യാപ്പ് ഉണ്ട്. നെക്സ്റ്റ് എക്സാം എന്ന് പറയുന്നത് 16-ാം തീയതി ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, എൻവിയോൺമെന്റൽ സ്റ്റഡീസ് എക്സാം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നിങ്ങൾക്ക് ഒരു മെയിൻ പേപ്പറിന്റെ എക്സാം വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റ് ആ പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മെയിൻ പേപ്പർ ആണ്. അപ്പൊ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ 2 എക്സാം നിങ്ങൾക്ക് അടുത്തടുത്ത ദിവസങ്ങളിലാണ്, അതായത് 15, 16 ഈ ദിവസങ്ങളിലാണ് ഈ 2 എക്സാം വരുന്നത്. എൻവിയോൺമെന്റൽ സ്റ്റഡീസും കോൺസ്റ്റിറ്റ്യൂഷൻ ഡെവലപ്മെന്റും. അപ്പൊ ഈ 2 സബ്ജക്റ്റും നന്നായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. 16-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 18-ാം തീയതി ആണ് എക്സാം വരുന്നത്, അണ്ടർസ്റ്റാൻഡിങ് പൊളിറ്റിക്കൽ തിയറി. അതും നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത സ്റ്റുഡൻസ് മറക്കരുത്, നിങ്ങൾക്ക് 13-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്ത് 18-ാം തീയതി വരെയാണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ സബ്ജക്ട് ഏതൊക്കെ രീതിയിലാണ് എക്സാം വരുന്നതെന്ന് മുൻകൂട്ടി നിങ്ങൾക്ക് ഒരു കാൽക്കുലേഷൻ വേണം. എന്നിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 2 സബ്ജക്ട് മറക്കരുത്. 15, 16 നിങ്ങൾക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ എക്സാം വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് സബ്ജക്ട് നോക്കാം. നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് നമുക്ക് BSW ആണ്. BSW സോഷ്യൽ വർക്ക് എടുത്ത സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വളരെ കുറച്ച് പേപ്പേഴ്സ് ആണ് എക്സാമിന് വരുന്നുള്ളൂ. ആകെ 6 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ പഠിക്കാനുള്ളൂ. അപ്പൊ അത് നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പൊ അത് ഏതൊക്കെ ഡേറ്റിലാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത് നോക്കാം. അപ്പൊ 14-ാം തീയതിയാണ് BSW സ്റ്റുഡൻസിന് എക്സാം വരുന്നത്. അപ്പൊ 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈവനിങ് ആണ്, 2 to 5. അപ്പോ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് ഓണ്ടർപ്രണർഷിപ്പ് ആണ്. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്യുക. 14-ാം തീയതി ആണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 14-ാം തീയതി കഴിഞ്ഞാൽ നെക്സ്റ്റ് 19-ാം തീയതി ആണ് എക്സാം വരുന്നത്. 19-ാം തീയതി ഈവനിങ് തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് നിങ്ങളുടെ എക്സാം വരുന്നത്. അപ്പൊ അതൊരു കോമൺ പേപ്പർ ആണ്, നല്ല രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ്. അപ്പൊ നല്ല രീതിയിൽ എല്ലാവരും പഠിക്കാം. നെക്സ്റ്റ് 19 കഴിഞ്ഞാൽ 26-ാം തീയതിയാണ് എക്സാം. നല്ല ഒരു ടൈം പീരീഡ് അവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളത് നന്നായിട്ട് യൂസ് ചെയ്യുക. പ്രൊഫഷണൽ സോഷ്യൽ വർക്ക് ആൻഡ് ഇറ്റ്സ് വാല്യൂ, അത് നിങ്ങളുടെ മെയിൻ പേപ്പർ ആണ്. അപ്പൊ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, 26 കഴിഞ്ഞാൽ പിന്നെ 30-ാം തീയതി ആണ് എക്സാം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, 30-ാം തീയതി വരുന്ന എക്സാം മോർണിംഗ് 10 to 1 ആണ്, ഇമോഷണൽ ഇന്റലിജൻസ്. അപ്പൊ ആ പേപ്പർ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുക. നിങ്ങൾക്ക് 2 സബ്ജക്ട്, അതായത് BSW സ്റ്റുഡൻസിന് 2 സബ്ജക്റ്റ് ആണ് മോർണിംഗ് വരുന്നത്. 30-ാം തീയതിയും 10-ാം തീയതിയും വരുന്ന എക്സാം വാല്യൂ എഡ്യൂക്കേഷൻ ആണ്, അതും മോർണിംഗ് ആണ് വരുന്നത്. ഇപ്പൊ BSW സ്റ്റുഡൻസിന് ഇമോഷണൽ ഇന്റലിജൻസും വാല്യൂ എഡ്യൂക്കേഷനും മോർണിംഗ് സെക്ഷൻ ആണ് വരുന്നത്. 30-ാം തീയതിയും 10-ാം തീയതിയാണ് വരുന്നത്. നല്ല ടൈമിനൊരു ഡിഫറൻസ് BSW സ്റ്റുഡൻസിന് ഉണ്ട്. അപ്പൊ അത് മാക്സിമം നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം. ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 15-ാം തീയതി തന്നെയാണ്, എൻവിയോൺമെന്റൽ സ്റ്റഡീസ്. അപ്പോൾ BSW സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത്, വളരെ കുറച്ച് പേപ്പേഴ്സാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് ആണ്. അപ്പൊ നന്നായിട്ട് ഫോക്കസ് ചെയ്ത്, അത്യാവശ്യം ടൈം പീരീഡ് ഗ്യാപ്പും ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ അത് നന്നായിട്ട് പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് BBA ആണ്. അപ്പൊ BBA പഠിക്കുന്ന സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കും വളരെ കുറച്ച് പേപ്പേഴ്സ് ആണ് എക്സാമിനുള്ളൂ. അപ്പോൾ 6 പേപ്പേഴ്സ് ആണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പൊ അതിന്റെ ഡേറ്റ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് എക്സാം നമുക്ക് നോക്കാം. അപ്പോൾ BBA സ്റ്റുഡൻസിന് 21-ാം തീയതിയാണ് അവർക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് എക്സാം എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ 21-ാം തീയതി എന്ന് പറയുമ്പോൾ സാധാരണ സ്റ്റുഡൻസിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് വളരെ ഡിലേ ആയിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 21-ാം തീയതി എക്സാം കഴിഞ്ഞാൽ 1-ാം തീയതിയാണ് അടുത്ത എക്സാം. നല്ല ഒരു ടൈം ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അപ്പൊ 1-ാം തീയതി വരുന്ന എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ് ആണ്.
അത് കഴിഞ്ഞ് 2-ാം തീയതിയാണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ മോർണിംഗ് സെക്ഷൻ ആണ് എക്സാം വരുന്നത്. 10 to 1 ആണ് എക്സാം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 3-ാം തീയതി എക്സാം വരുന്നുണ്ട്. 3-ാം തീയതി വരുന്ന എക്സാം ഇൻട്രൊഡക്ഷൻ ടു റീറ്റെയിൽ മാർക്കറ്റിംഗ്. അപ്പൊ BSW സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്കിലും നിങ്ങൾക്ക് 3 എക്സാം അടുത്തടുത്ത ദിവസങ്ങളിലാണ് വരുന്നത്. അതായത് 1-ാം തീയതി, 2-ാം തീയതി, 3-ാം തീയതിയും നിങ്ങൾക്ക് എക്സാം ഉണ്ട്. അപ്പൊ ആ ഡേറ്റുകൾ നിങ്ങൾ മറക്കരുത്. സബ്ജക്റ്റുകൾ വരുന്നത് ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്, ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഇൻട്രൊഡക്ഷൻ ടു റീറ്റെയിൽ മാർക്കറ്റിംഗ്. അപ്പോൾ നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേപ്പറും കോമൺ പേപ്പറും എല്ലാം വരുന്നുണ്ട്. എന്നിരുന്നാലും ഈ 3 ദിവസത്തെ എക്സാം നിങ്ങൾ മുൻകൂട്ടി ഫോക്കസ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. 3-ാം തീയതി എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8-ാം തീയതിയാണ് എക്സാം വരുന്നത്. റീറ്റെയിൽ മാനേജ്മെന്റ്, പെർസ്പെക്റ്റീവ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ആ ഒരു എക്സാമിന് അത്യാവശ്യം ടൈം പീരീഡ് ഗ്യാപ്പ് ഉണ്ട്. കാരണം 3-ാം തീയതി കഴിഞ്ഞ് പിന്നെ 8-ാം തീയതി വരുന്നത്. ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 12-ാം തീയതിയാണ്. സ്റ്റോർ ഓപ്പറേഷൻസ് ആണ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 6 എക്സാമേ ഉള്ളൂ എങ്കിലും അത് 21-ാം തീയതി തുടങ്ങി 12-ാം തീയതി കംപ്ലീറ്റ് ആവും. എന്നിരുന്നാലും നിങ്ങൾക്ക് 3 എക്സാം അടുത്തടുത്ത ദിവസങ്ങളിലാണ്. അപ്പൊ നന്നായിട്ട് ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്, അത് കാരണം വലിയ ബുദ്ധിമുട്ട് വരില്ല. നേരത്തെ കൂട്ടി പഠിച്ചു വെക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു സബ്ജക്ട് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം, BCom ആണ്. അപ്പൊ BCom സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് 8 സബ്ജക്റ്റ് ആണ് എക്സാമിന് വരുന്നത്. നിങ്ങൾക്ക് 20-ാം തീയതി ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ 20-ാം തീയതിയിലത്തെ എക്സാം എന്ന് പറയുന്നത് പേഴ്സണൽ സെല്ലിംഗ് ആൻഡ് സെയിൽസ്മാൻഷിപ്പ് ആണ്. അതുപോലെ 25-ാം തീയതി വരുന്ന എക്സാം എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആണ്. പിന്നെ നിങ്ങൾക്ക് വരുന്നത് 30-ാം തീയതിയാണ്. അത്യാവശ്യം ഒരു 5 days ഗ്യാപ്പ് വരുന്നുണ്ട്. 30-ാം തീയതി വരുന്ന എക്സാം കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇൻ ബിസിനസ് ആണ്. അത് മോർണിംഗ് സെക്ഷൻ ആണ് എക്സാം വരുന്നത്. 10 to 1 ആണ് നിങ്ങൾക്ക് എക്സാം വരുന്നത്. അപ്പൊ അതും നിങ്ങൾ മറക്കരുത്. 30-ാം തീയതി എക്സാം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് 1-ാം തീയതിയാണ് എക്സാം വരുന്നത്. അപ്പൊ നിങ്ങൾ അത് ഫോക്കസ് ചെയ്യണം. നിങ്ങൾക്ക് അടുത്തടുത്ത ദിവസങ്ങളിൽ വരുന്ന എക്സാം എന്ന് പറയുന്നത് 30-ഉം 1-ഉം, അതായത് കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും ഓവർവ്യൂ ഓഫ് റീറ്റെയിലിംഗ്, ഈ 2 എക്സാമും നിങ്ങൾക്ക് അടുത്ത ദിവസങ്ങളിലാണ് വരുന്നത്. അപ്പൊ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് അത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു മോർണിംഗ് ആണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും ഈവനിങ് ആണ്. ഒരു സബ്ജക്റ്റും കൂടെ നമുക്ക് മോർണിംഗ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 1-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ 7-ാം തീയതിയാണ് എക്സാം വരുന്നത്. 7-ാം തീയതി നിങ്ങൾക്ക് ഇൻട്രൊഡക്ടറി മൈക്രോ ഇക്കണോമിക്സ് ആണ്. അപ്പൊ അതും വലിയ ബുദ്ധിമുട്ടില്ലാത്ത സബ്ജക്റ്റ് ആണ്. പിന്നെ അത്യാവശ്യം ടൈം പീരീഡും നിങ്ങൾക്ക് ഗ്യാപ്പ് കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് പറയുന്നത് 10-ാം തീയതിയാണ് എക്സാം. 10-ാം തീയതി വരുന്ന എക്സാം വാല്യൂ എഡ്യൂക്കേഷൻ ആണ്. വാല്യൂ എഡ്യൂക്കേഷൻ മോർണിംഗ് സെക്ഷൻ ആണ് എക്സാം വരുന്നത്. 10 to 1 ആണ്. അപ്പോൾ ഈ 2 കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും വാല്യൂ എഡ്യൂക്കേഷനും ആണ് നിങ്ങൾക്ക് മോർണിംഗ് സെക്ഷൻ വരുന്ന എക്സാം. അപ്പൊ അത് മറക്കരുത്. 10-ാം തീയതി വാല്യൂ എഡ്യൂക്കേഷൻ, അത് കഴിഞ്ഞ് 15-ാം തീയതി, അവിടെ 5 ദിവസത്തെ ഗ്യാപ്പ് വരുന്നുണ്ട്. 15-ാം തീയതി എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് എക്സാം 16-ാം തീയതി ആണ്. 16-ാം തീയതി ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നിങ്ങളുടെ എക്സാം. അപ്പൊ ഇവിടെയും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 15-ഉം 16-ഉം അടുത്തടുത്ത ദിവസങ്ങളിലാണ് എക്സാം വരുന്നത്. അപ്പൊ അത് നിങ്ങൾ മറക്കാതെ ഫോക്കസ് ചെയ്യാം. 30-ഉം 1-ഉം 15-ഉം 16-ഉം. അപ്പൊ ഈ പേപ്പേഴ്സ് മുൻകൂട്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അപ്പൊ അത് ഒരു ടൈം നിങ്ങൾക്ക് അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും എന്ന് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. ഹാൾ ടിക്കറ്റ് കിട്ടുമ്പോഴാണ് കറക്റ്റ് ആയിട്ട് ഈ ടൈം തന്നെയാണോ, ഈ ഡേറ്റ് തന്നെയാണോ, ഈ സബ്ജക്ട് തന്നെയാണോ ആ ദിവസം എക്സാം എന്ന് നിങ്ങൾ കൺഫേം ചെയ്യാൻ പാടുള്ളൂ. ഏകദേശം യൂണിവേഴ്സിറ്റി പറയുന്ന ഡേറ്റിൽ വളരെ അപൂർവം ചില ചേഞ്ചസ് ഉണ്ടാവാറുള്ളൂ. എന്നിരുന്നാലും നിങ്ങൾ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് മുൻകൂട്ടി പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റുകളൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എക്സാം വരുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉള്ള കാര്യം, ഏതൊക്കെ ഡേറ്റിലാണ് എക്സാം വരിക, എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത്, ഏതൊക്കെ ഓർഡറിലാണ് നമ്മൾ സബ്ജക്റ്റ് പഠിക്കാൻ വേണ്ടി അറേഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇത്തരം ഡേറ്റുകൾ എല്ലാ സബ്ജക്റ്റും ഉള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. എക്സാം എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിറ്റി കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കറിയാം 12-ാം തീയതി മുതൽ 19-ാം തീയതി വരെ, ജൂലൈ 19 വരെയാണ് നിങ്ങൾക്ക് എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു കോമൺ പേപ്പേഴ്സ് ഒക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും ഡേറ്റ് ഷീറ്റിൽ കറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ഏതെങ്കിലും സബ്ജക്ട് ചൂസ് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് കോഡ് വെച്ചിട്ട് ഡേറ്റ് ഷീറ്റിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് ദിവസമാണ് എക്സാം എന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും ഏതൊക്കെ ഡേറ്റിലാണ് നിങ്ങളുടെ എക്സാം വന്നിരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും. എനിവേ, താങ്ക് യു.